ഹേ ഓൾ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഊപ്സ് നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ എന്തൊക്കെ ചെയ്ത് അരേൻ്റെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ട്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തുണ്ട് പാറ്റേൺസിന് ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഏതൊക്കെ വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്തോ നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ കമൻ്റായിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ആ വീഡിയോസ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വീഡിയോസ് എന്ത് ചെയ്ത് തരാം, ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത്? ഊപ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഊപ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സിസ്റ്റം. ഓക്കെ, ഇതെല്ലാവർക്കും പലർക്കും അറിയായിരിക്കും, പക്ഷേ ചിലർക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്ത് പോവാം, ക്ലിയർ ചെയ്തിട്ട് പോവാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് മലയാളത്തിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഓക്കെ, ഞാൻ എന്താണ് ഊപ്സ് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, Object oriented programming is a methodology or a paradigm to design a program using classes and objects. ഓക്കെ, അപ്പോൾ എന്താണ് ഊപ്സ്? എന്താണ്? ക്ലാസ്സും ഒബ്ജക്റ്റും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു എന്ത് ചെയ്യുക, പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിനുള്ള ഒരു മെത്തേഡ്, അതായത് ഒരു രീതി. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. സിമ്പിളാണ്, മനസ്സിലായില്ലേ? ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്ലാസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നതിന് ഒരു രീതിക്കാണ് എന്ത് പറയുന്നത്? പ്രോഗ്രാമിംഗ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ട്? കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഇതാ: ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻക്യാപ്സുലേഷൻ. ഇതാണ് ഇതിലത്തെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും എന്തുണ്ട്? കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ പഠിക്കാം. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസും നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ നോക്കാൻ പോകുന്നത്? ഒബ്ജക്റ്റ്, അതുപോലെ ക്ലാസ്, ഇത് രണ്ടും എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ, വിത്ത് എക്സാമ്പിൾ. അപ്പോൾ ഈ താഴെ കൊടുത്തിട്ടുള്ള ബാക്കി 4 എന്താണ്? അതാണ് 4 പില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഊപ്സിൻ്റെ 4 പില്ലേഴ്സാണ് എന്തൊക്കെ? ഇൻഹെറിറ്റൻസ്, അതുപോലെ തന്നെ പോളിമോർഫിസം, അബ്സ്ട്രാക്ഷന്, എൻക്യാപ്സുലേഷൻ. അപ്പോൾ നമുക്ക് എന്ത് നോക്കാം? ഫസ്റ്റത്തെ ഒബ്ജക്റ്റ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പോയിന്റ് എന്താണ്? എനി എൻറ്റിറ്റി ദാറ്റ് ഹാസ് എ സ്റ്റേറ്റ് ആൻഡ് ബിഹേവിയർ ഈസ് നോൺ ആസ് ആൻ ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ഏതൊരു വസ്തുവും, ഓക്കെ, ഏതൊരു വസ്തുവിനും എന്തുണ്ട്? ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ബിഹേവിയറോ ഉണ്ട്. അങ്ങനത്തെ ഒരു വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് എന്താണ്, ബിഹേവിയർ എന്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഒന്നും പേടിക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. എന്ത്? ഏതാണ്? ഓരോ ഒബ്ജക്റ്റിന് എക്സാമ്പിൾ, റിയൽ ലൈഫ് എക്സാമ്പിളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ചെയർ, അതുപോലെ തന്നെ പെന്ന്, ടാബിള്, കീബോർഡ്, ബൈക്ക്, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ എന്ത് പറയാം, നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കണക്ക് കൂട്ടാം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഫിസിക്കൽ ഓർ ലോജിക്കൽ. അത് ഫിസിക്കലാവട്ടെ ലോജിക്കലാവട്ടെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. എന്തുണ്ട്? ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ബിഹേവിയറോ ഉള്ള ഒരു എന്തിനെയാണ്, ഒരു വസ്തുവിനെയാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്താ? An object can be defined as an instance of a class. ഒരു ഒബ്ജക്റ്റ് എന്തായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഒരു ക്ലാസിൻ്റെ ഇൻസ്റ്റൻസ് ആയിട്ട്, അതായത് ഒരു ഉദാഹരണമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് പോയിന്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താ? ആൻ ഒബ്ജക്റ്റ് കണ്ടെയ്ൻസ് ആൻ അഡ്രസ് ആൻഡ് ടേക്സ് അപ്പ് സം സ്പേസ് ഇൻ മെമ്മറി. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിൽ എന്തൊക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെ ഉണ്ടാവും? അഡ്രസ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ മെമ്മറിയിൽ കുറച്ച് സ്പേസും അതിനാവശ്യമാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് എന്ത് ഒരു ഒബ്ജക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റിന് എന്തൊക്കെയുണ്ട്? അഡ്രസ്സ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്പേസും മെമ്മറിയിൽ ആവശ്യമാണ്. നെക്സ്റ്റ് എന്താണ്? എക്സാമ്പിൾ. ഓക്കെ, ഒബ്ജക്റ്റിന് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കൂ. എ ഡോഗ് ഈസ് ആൻ ഒബ്ജക്റ്റ് ബിക്കോസ് ഇറ്റ് ഹാസ് സ്റ്റേറ്റ്സ്. അതായത് മുകളിൽ നമ്മൾ എന്ത് പറഞ്ഞു? സ്റ്റേറ്റ്സ്, അതായത് ഒബ്ജക്റ്റിന് എന്തൊക്കെയുണ്ട്? സ്റ്റേറ്റ്സും ഉണ്ട്, ബിഹേവിയറും ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്? ലൈക്ക് കളറ്, നെയിം, ബ്രീഡ്. കേട്ടോ, അതായത് ഈ ഡോഗിൻ്റെ സ്റ്റേറ്റ്സ് ആണ് എന്തൊക്കെ? കളറ്, അതുപോലെ തന്നെ നെയിം, അതുപോലെ തന്നെ ബ്രീഡ്, ഏത് ഇനത്തിൽ പെട്ടതാണ് എന്നുള്ളതൊക്കെ. ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത്? സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡോഗിൻ്റെ എന്തായി? സ്റ്റേറ്റ്സ് ആയി. അപ്പോൾ അതുപോലെ തന്നെ ആസ് വെൽ ആസ് ബിഹേവിയേഴ്സ് എന്ത്? ലൈക്ക് വാഗിങ് ദ ടൈൽ. ഓക്കെ, ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്ത്? ജസ്റ്റ് വാലാട്ടുന്നത് എന്താണ്? ഡോഗിൻ്റെ ഒരു ബിഹേവിയർ ആണ്. അതുപോലെ തന്നെ ബാക്കിങ് എന്ത് ചെയ്യുക? ഡോഗ് എന്ത് ചെയ്യും? കുരക്കും. അപ്പോൾ അതെന്താണ്? ഡോഗിൻ്റെ ഒരു ബിഹേവിയർ ആണ്. അതുപോലെ തന്നെ എന്ത്? ഈറ്റിംഗ്,
അത് എന്ത് ചെയ്യും, കഴിക്കുന്നത് എന്താണ്, അതിൻ്റെ ഒരു ബിഹേവിയറാണ്. അപ്പോൾ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായി. സ്റ്റേറ്റ് എന്തൊക്കെ, കളറ്, നെയിം, ബ്രീഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ രണ്ടും എന്താണ് ഒരു എക്സാമ്പിളായിട്ട് പറയാം നമുക്ക്. ഓക്കെ, ഇനി വേറെ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, താഴെ ഇനി നെക്സ്റ്റ് എന്ത് നോക്കാം, നമുക്ക് ക്ലാസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ക്ലാസ് എന്താണ്, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഈസ് കോൾഡ് ക്ലാസ്. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ എന്താണ്, ഒബ്ജക്റ്റുകളുടെ ഒരു കളക്ഷനെയാണ് എന്ത് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോജിക്കൽ എൻറ്റിറ്റി. പലർക്കും എന്ത് പറയും, ലോജിക്കൽ എൻറ്റിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ എന്താ ഡൗട്ടാവും. ഓക്കെ, ഇതെന്താ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഡയറക്റ്റ് തൊടാനോ അതുപോലെ പിടിക്കാനോ അങ്ങനത്തെ ഇതിനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ കേസിൽ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തൊടാനൊക്കെ പിടിക്കാനൊക്കെ പറ്റും. പക്ഷേ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു കൂട്ടത്തെ കളക്ഷനെയാണ് പറയുന്നത്. പക്ഷേ അത് എന്താണെന്ന് ബാക്കിയുള്ള പോയിന്റ്സും കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി മനസ്സിലാവും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എന്താ, എ ക്ലാസ് ഈസ് എ യൂസർ ഡിഫൈൻഡ് ബ്ലൂ പ്രിന്റ് ഓർ പ്രോട്ടോടൈപ്പ് ഫ്രം വിച്ച് ഒബ്ജക്റ്റ് ആർ ക്രിയേറ്റഡ്. അപ്പോൾ ഏത് ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിൻ്റെ എന്താണ് ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് എന്നൊക്കെ പറയാം. ഓക്കെ, യൂസർ ഡിഫൈൻ ചെയ്യുന്ന ഒരു ബ്ലൂ പ്രിന്റ് അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് എന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സിനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇതിനു മുമ്പായിട്ട് ഞാൻ വേറൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, കാറ് ഒരു ഒബ്ജക്റ്റ് ആണെന്ന് കൂടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറെൻറ്റ് കമ്പനീസ് എന്ത് ചെയ്യും, ഡിഫറെൻറ്റ് കാറ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിന് എന്തൊക്കെ ഉണ്ടാവും, ജസ്റ്റ് കളർ ഉണ്ടാവും, അതുപോലെ തന്നെ കാറിന് വേറെ എന്തൊക്കെ ഉണ്ടാവുക, ടയർ, അതുപോലെ തന്നെ ആക്സിലറേറ്റർ, അതുപോലെ ഒരുപാട് പാർട്സ് സംഭവങ്ങൾ എന്തുണ്ടാവും, കാറിനുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് എന്ത്, അതിൻ്റെ ഇപ്പോൾ സ്റ്റേറ്റ്സ് അതുപോലെ തന്നെ ബിഹേവിയർ ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ കാറിൻ്റെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാറിനുണ്ടാവും. പക്ഷേ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ബ്ലൂ പ്രിൻ്റ് വേണം. ഓരോ കമ്പനീസും ഏത് കമ്പനി ഇപ്പോൾ ഏത് മോഡലിലുള്ള കാറ് ക്രിയേറ്റ് ചെയ്താലും നമുക്ക് മനസ്സിലാവും, കണ്ടാൽ എന്ത് മനസ്സിലാവും, ഇതൊരു കാറാണെന്ന് മനസ്സിലാവില്ലേ. അപ്പോൾ അതിന് കാരണം എന്താ, അവരൊക്കെ ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ എങ്ങനെ ഇരിക്കും ഒരു കാറ് എന്ന് ആ ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ടാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, അവരാ കാറ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു ബ്ലൂ പ്രിൻ്റാണ് എന്ത്, ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ഇറ്റ് റെപ്രസെൻറ്റ് ദ സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ഓർ മെത്തേഡ്സ് ദാറ്റ് ആർ കോമൺ ടു ഓൾ ഒബ്ജക്റ്റ് ഓഫ് വൺ ടൈപ്പ്. ഓക്കെ, ഇതെന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഒരു സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെത്തേഡ്സ്. ഓക്കെ, അതെന്തായിരിക്കും, ഒരേ ടൈപ്പിലുള്ള ഒബ്ജക്റ്റിന് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ മെത്തേഡ്സിനെ ആയിരിക്കും ഈ ഒരു ക്ലാസ് എന്ത് ചെയ്യുന്നുണ്ടാവുക, റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് പോയിന്റ്. പിന്നെ വരുന്ന പോയിന്റ് എന്താ, യൂസിങ് ക്ലാസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഒബ്ജക്ട്സ്. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. യു ക്യാൻ ക്രിയേറ്റ് മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് വിത്ത് ദ സെയിം ബിഹേവിയർ ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ദെയർ കോഡ് മൾട്ടിപ്പിൾ ടൈം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ എന്ത് ചെയ്യേണ്ട, നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ട് സെയിം കോഡ് തന്നെ, സെയിം കോഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സെയിം ലോജിക്കുള്ള കോഡ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മൾട്ടിപ്പിൾ ടൈം എഴുതിയിട്ട് നമ്മുടെ കോഡിൻ്റെ ലെങ്ത്ത് കൂട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്ലാസ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോയാൽ മതി, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്താണ് ഒരു ഫീച്ചറാണ്. ഓക്കെ, പിന്നെ വേറെ എന്താണ്, ക്ലാസ് ഡസ് നോട്ട് കൺസ്യൂം എനി സ്പേസ്. ക്ലാസ് എന്ത് ചെയ്യുന്നില്ല, ഡസൻ കൺസ്യൂം എനി സ്പേസ്. ഓക്കെ, ക്ലാസ് ഒരു സ്പേസും ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഒബ്ജക്റ്റിൻ്റെ കേസ് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞ്, അവിടെ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പേസ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റിന് എന്തുണ്ടാവും, ഒരു അഡ്രസ്സും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്ലാസ് അതുപോലെ ഒബ്ജക്റ്റ്. നിങ്ങൾക്ക് ഈ രണ്ട് കാര്യത്തിൽ നിന്ന് പോയിന്റ്സ് വെച്ചിട്ട് ക്ലാസ്സും അതുപോലെ തന്നെ ഒബ്ജക്റ്റും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. മനസ്സിലാവാത്തവർ ജസ്റ്റ് ഒന്നുകൂടി വീഡിയോ ബാക്ക് അടിച്ചിട്ട് പൗസ് ചെയ്തിട്ട് ഓരോ എന്ത് ചെയ്യുക, പോയിന്റ് ആയിട്ട് നോക്കിയിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്നുകൂടി കേട്ട് നോക്കിയാൽ മതി. ഓക്കെ, സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് മനസ്സിലാവാത്ത എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കിയും അതുപോലെ തന്നെ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ കോഡൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏത് ടൈപ്പിലാണ് നിങ്ങൾക്ക് വീഡിയോ വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് കമൻ്റായിട്ട് ചെയ്താൽ മതി. കോഡൊക്കെ ചെയ്യുന്നത് നമുക്ക് കോഡ് അതുപോലെ തന്നെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻസൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തന്നെ പുട്ട് ചെയ്യുക. അതുപോലെ തന്നെ വേറെ എന്താ പറയാനുള്ളത്, ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും വീഡിയോ കാണുന്നുണ്ട്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പം ഊപ്സ് സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഊപ്സിനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പാസ്സാവാൻ, ഊപ്സിൻ്റെ റൗണ്ട് പാസ്സാകാനുള്ള എല്ലാ വീഡിയോസും സെറ്റാക്കി തരാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. സീ യു.